ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പൾസ് റാലിയുടെ യൂസർ റിവ്യൂ ആണ്. ഞാനിപ്പോൾ ഈ വണ്ടി 8 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ലേ ലഡാക്കെല്ലാം ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കറങ്ങിയടിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. അതും ഈ സ്റ്റോക്ക് ടയേഴ്സ് ഇതേ സ്റ്റോക്ക് ടയേഴ്സ് വെച്ചുകൊണ്ടാണ് ഞാൻ അവിടെ എല്ലാം പോയിട്ട് വന്നത്. ടോട്ടലി അവിടെ പോയിട്ട് വന്നപ്പോൾ ടോട്ടലി ലേ ലഡാക്ക് അവിടെയൊക്കെ ചുറ്റിയടിച്ചതിന് ശേഷം വേണ്ടി ടോട്ടലി 2600 കിലോമീറ്റർ അവിടെ ഓടിയിട്ടുണ്ടായിരുന്നു. എക്സ്പൾസ് റാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്ത് 1,85,000 രൂപയ്ക്കായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 ഓഗസ്റ്റിലാണ് ഈ വാഹനം എടുത്തത്. അതിനുശേഷം വണ്ടിക്ക് ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പ്രൈസ് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ വണ്ടി നമുക്ക് ലാഭമാണെന്ന് പറയാം തികച്ചും. എൻ്റെ ഒരു റിവ്യൂ പ്രകാരം ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മൈലേജ് അല്ല, നമുക്ക് ഏവറേജ് ഒരു 40-41 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചണ്ഡീഗഡിൽ നിന്ന് മണാലിക്ക് പോകുന്ന ഹൈവേയിൽ ഒരു 129 കിലോമീറ്ററിൽ ഞാനിപ്പോൾ ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കണതിൽ ഒരു 99% ആൾക്കാരും പറയുന്ന 2 കംപ്ലയിൻസാണ് ഈ വാഹനത്തിൻ്റെ കൗണ്ടർ ഷാഫ്റ്റും പിന്നെ അതുപോലെ തന്നെ എൻജിനിലേക്കും. ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റ് എനിക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ ഓയിലേക്ക് എനിക്ക് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. കൗണ്ടർ ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നാലും നമുക്കിപ്പോൾ ഇൻഷുറൻസിൽ RS എല്ലാം എടുത്തിട്ടുള്ളതുകൊണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് എവിടെയാണോ അവിടെ വന്ന് സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾക്കാർ വന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്ത് തരാണ് ചെയ്ത്. അതിനിപ്പോൾ വേറെ പേയ്മെൻറ്റ്സ് ഒന്നും സർവീസ് സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സർവീസ് ഓതറൈസുള്ള സർവീസ് സെൻറ്ററിൽ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാറണ്ടിയിലെല്ലാം ഇങ്ങനെ ഈ വക കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. സാധാരണ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ഏറ്റവും കൂടുതൽ വരാറ് FC ആണ്. പക്ഷേ അത് FC അല്ല വരാറുള്ളത് ഒരു 45,000 അല്ലെങ്കിൽ 55,000 കിലോമീറ്ററിലേക്കാണ് ഈ കംപ്ലയിൻറ്റ്സ് വരാറ്. പക്ഷേ എക്സ്പൾസിന് ഇപ്പോൾ ഈ വാഹനത്തിന് ഇതിലിപ്പോൾ 14,000 കിലോമീറ്റർ ആയപ്പോഴാണ് എനിക്ക് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൂടെ വണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രോയ്ക്ക് 3,000 വന്നിട്ടുണ്ട്. അടുത്തൊരാൾക്ക് നമ്മുടെ സർവീസ് സെൻ്ററിൽ ഇവിടെ പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് ആൾക്ക് 8,000 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ബ്രോനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് ഈ കംപ്ലയിൻറ്റ് വന്നത് ഈ പറഞ്ഞ പോലെ ഒരു 15,000 കിലോമീറ്ററിലാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരു 99% ആൾക്കാർക്കും ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുത്ത് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് വാറണ്ടിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പൾസ് റാലിയിൽ എടുക്കുന്നത് സ്റ്റോക്ക് ടയേഴ്സാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ടയേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ഈ വാഹനം ഏകദേശം ഒരു 14,000 കിലോമീറ്റർ മേലെ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പകുതി അല്ലാണ് ഈ സംഭവം നമുക്ക് തേയ്മാനം സംഭവിച്ചിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ, അതായത് 25,000 കിലോമീറ്റർ നമുക്ക് വരെ ടോട്ടലി ഓടിക്കാൻ പറ്റാവുന്നതാണ്. ടയറെല്ലാം നമ്മുടെ റൈഡിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരുപാട് തേയ്മാനം അവരെ നിൽക്കാനും പാടില്ല. ടയറിൻ്റെ കാര്യത്തിൽ ഒരു ഏവറേജ് തേയ്മാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വാഹനത്തിൻ്റെ കൂടെ ഇപ്പോൾ ബൈക്കായാലും കാറായാലും ടയർ നമ്മൾ മാറ്റാം. നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമാണ്. ഇവൻ കമ്പനിക്കാർ പോലും ഒരിക്കലും ഇത്ര പ്രോപ്പറായിട്ട് ഇത്ര ഇതിൽ നിൽക്കും, അതായത് ഇത്ര കിലോമീറ്റർ വണ്ടി ടയർ ഓടുന്ന ഒരിക്കലും പറയുന്നില്ല. ഒരു സ്ഥലത്തും നമുക്ക് മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ കാറിൻ്റെ ആയിക്കോട്ടെ, ഇപ്പോൾ ബൈക്കിലായിക്കോട്ടെ, എത്ര കിലോമീറ്റർ ഷുവറായിട്ടും കിട്ടുന്ന ഒരു സ്ഥലത്തും ഒരു ബ്രാൻഡും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കുക നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ ഈ ടയറും കാര്യങ്ങളൊക്കെ മാറാനുള്ള സ്പെയറുകളും കാര്യങ്ങളൊക്കെ മാറാം. അതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിരിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻസ്. ഇതിലിപ്പോൾ നമുക്ക് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്കൊരു 3, 2, 5 ടോട്ടലൊരു 5 കട്ടയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ വണ്ടി ചിലപ്പോൾ സ്ട്രൈറ്റ് വെച്ച് നമ്മളിപ്പോൾ ഒരു സ്ട്രൈറ്റ് വെച്ച് അപ്പോൾ തന്നെ നമുക്കത് കാണിക്കില്ല. പക്ഷെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ 2 കട്ട താഴേക്ക് ഇറങ്ങാം. അതുകൊണ്ട് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മേലേക്ക് വരാം. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂവിൽ എക്സ്പൾസ് റാലിയിൽ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പ്രോപ്പറായിട്ട് കറക്റ്റ് അല്ല ഇതിൽ ഫ്യൂലിൻ്റെ നമുക്ക് ഇൻഡിക്കേഷൻസ് കാണിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്കൊരു കാര്യം പറയാം. ഇതിലിപ്പോൾ എക്സ്പൾസ് റാലിയിൽ സംബന്ധിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഈ ഫ്യൂൽ ഇൻഡിക്കേഷൻസ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് അത് നമുക്ക് എല്ലാവർക്കും ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ സർവീസ് നമുക്ക് അവിടെ തന്നെ ചെയ്ത് കിട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഓയിൽ ലീക്ക് നിലവിൽ
എൻ്റെ ഈ വണ്ടിക്ക് ഇതുവരെ എനിക്ക് ഓയിൽ ലീക്കിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല, പക്ഷേ കൗണ്ടർ ഷാഫ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വണ്ടിയുടെ ഒരു കുറവ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലഡാക്കൊക്കെ പോയ സമയത്ത് നമ്മളിപ്പോൾ അഡീഷണൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വാറണ്ടിക്ക് ഇഷ്യൂ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും വെക്കാൻ നിന്നില്ല. പക്ഷേ എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ നല്ല നൈറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരുപാട് മഞ്ഞുള്ള സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ, ഇപ്പോൾ സ്നോസൊക്കെ ഉള്ള സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും റോഡ് കാണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു, നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇത്രയ്ക്കാണ് ഈ എക്സ്പൾസർ ആരുടെ ഒരു നെഗറ്റീവ്സ് പറയാനായിട്ടുള്ളൂ. അതായത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് ഈ കൗണ്ടർ ഷാഫ്റ്റും, പിന്നെ അതുപോലെ തന്നെ ഈ ഓയിൽ ലീക്കും, എഞ്ചിനിൽ നിന്നുള്ള ഈ ഓയിൽ ലീക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ ഫ്യൂൽ ഇൻഡിക്കേഷൻസ്, അതൊരു നെഗറ്റീവ് തന്നെയാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നെഗറ്റീവ് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഈ ഹെഡ്ലൈറ്റ്, ഇതൊക്കെയാണ് ഈ 4 നെഗറ്റീവ്സാണ് ഈ എക്സ്പൾസർ ആയി നമുക്ക് നിലവിൽ പറയാനുള്ളൂ. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ വണ്ടി അടിപൊളിയാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഓഫ് റോഡ് ആയിക്കോട്ടെ, ഓൺ റോഡ് ആയിക്കോട്ടെ, നമുക്ക് മൈലേജ് ആയിക്കോട്ടെ, നമുക്ക് എന്തുകൊണ്ടും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ വണ്ടി നമുക്ക് തികച്ചും ലാഭമാണ്. പിന്നെ നമുക്ക് എക്സ്പൾസിൻ്റെ നമുക്ക് നോർമൽ എഡിഷൻ, റാലിയിലെ നോർമൽ എഡിഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ തന്നെയുള്ളൂ. പിന്നെ വെയിറ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അതുപോലെ എഞ്ചിനും എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഈ ബ്രാൻഡ് ഇറക്കുന്നത്.